മരുമകളായിട്ട് അവൾ ആദ്യത്തെ പ്രാവശ്യമാണ് ചെയ്യുന്നത്. കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ 2 മാസമേ ആയിട്ടുള്ളൂ. കാലി ഭയങ്കര ഹാപ്പിയാണ്, കാലി ബിസി ആയിരുന്നു. ഈ ആഗ്രഹ സാധ്യമല്ല. അമ്മ കുറേ ടിപ്സ് ഒക്കെ പറഞ്ഞു തോന്നുന്നു. പഠിപ്പിച്ചു കൊടുക്കും ഇങ്ങനെ ചെയ്യാനും. ഞാൻ അമ്മയ്ക്ക് എന്ത് തിരിച്ച് ചെയ്താലും മതിയാവുക എന്നുള്ള അറിയില്ല. ഇംഗ്ലീഷ് കഫേ വഴി ലോകത്തെവിടെ നിന്നും ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യും. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575. ഫോൺ തന്നെ ഹീറ്റായി ഞങ്ങളുടെ ഫോൺ.
ഇതാണ് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ പൊങ്കാലയാണ്. എന്താണ് അനുഭവം? ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര ലൈക്ക് ഇത് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ചു ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ നേരിട്ട്. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. പൊങ്കാലയ്ക്ക് വന്നപ്പോൾ കാളി എന്ത് പറഞ്ഞു? കാലി ഭയങ്കര ഹാപ്പിയാണ്. കാലി ബിസി ആയിരുന്നു, വരാൻ പറ്റില്ലായിരുന്നു. പൊങ്കാല പെട്ട് കഴിഞ്ഞു എങ്ങനെയുണ്ടായിരുന്നു? ഫീൽ എങ്ങനെയായിരുന്നു ഫസ്റ്റ് പൊങ്കാലായിട്ടോ? സൂപ്പറാണ്. ഇപ്പോഴാണ് ഞാൻ പഠിച്ചത് എങ്ങനെയാണ്. പക്ഷേ നെക്സ്റ്റ് ഇയർ ഡെഫിനറ്റ്ലി ഞാൻ തിരിച്ചു വരും 100% എല്ലാ വർഷവും. അമ്മ കുറേ ടിപ്സ് ഒക്കെ പറഞ്ഞു തോന്നുന്നു. പഠിപ്പിച്ചു കൊടുക്കും എങ്ങനെ ലൈക്ക് ചെയ്യാനാണ്. ആറ്റുകാൽ പൊങ്കാലയെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. വേൾഡ് റെക്കോർഡിലൊക്കെ കയറിയ ഒരു പൊങ്കാലയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയായിരുന്നു. ഞാൻ കേട്ടു 2009-ലായിരുന്നു ഞാൻ കേട്ടു. വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് യൂട്യൂബ്. അങ്ങനെ വീഡിയോ കണ്ടിട്ടില്ല, പക്ഷേ കുറേ സ്റ്റോറീസ് ഒക്കെ കേട്ടിട്ടുണ്ട്. ശരി. ചേച്ചി കഴിഞ്ഞ വർഷം ഉണ്ടായില്ല എന്ന് പറഞ്ഞിരുന്നു. എങ്ങനെയാണ് തിരിച്ചു വന്നൊരു വീണ്ടും പൊങ്കാലയ്ക്ക് എത്തിയപ്പോൾ എന്താണ്? അല്ല, എല്ലാ വർഷവും ചെയ്യുന്നതാണ്. കഴിഞ്ഞ വർഷം കല്യാണങ്ങളുടെ ഒക്കെ ഒരു തിരക്കായതുകൊണ്ട് വരാൻ പറ്റിയില്ല. പിന്നെ കോവിഡ് സമയത്ത് മിസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മരുമകളായിട്ട് താരണിയും കൂടി ഉണ്ട്. എന്താണ് ആ ഒരു അനുഭവം? മരുമകളായിട്ട് ആദ്യത്തെ പ്രാവശ്യമാണ് ചെയ്യുന്നത്. കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ 2 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ അറിയില്ല ഇനി തൊട്ട് അവർ ഇങ്ങനെ ഇത് ക്യാരി ഫോർവേഡ് ചെയ്യുമോ എന്നുള്ള അറിയില്ല. ചെയ്യുകയാണെങ്കിൽ സന്തോഷം. പൊങ്കാലയെ പറ്റി അറിയായിരുന്നു? കേട്ടറിഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്, അതല്ലാതെ അറിയില്ല. അവൾ ചെയ്തിട്ടില്ല. കേരളത്തിലെ അമ്പലങ്ങളിലേക്ക് അങ്ങനെ വന്നിട്ടില്ല. ഗുരുവായൂരൊക്കെ തൊഴുതിട്ടുള്ളൂ. ജയറാമേട്ടൻ്റെ ചെണ്ടമേളം ഉണ്ടായി കഴിഞ്ഞ ദിവസം. അത് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഞാൻ ഇല്ലായിരുന്നു. ചെണ്ടമേളം കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. എനിക്ക് ആഗ്രഹസാധ്യമല്ല. ഞാൻ അമ്മയ്ക്ക് എന്ത് തിരിച്ച് ചെയ്താലും മതിയാവുക എന്നുള്ള അറിയില്ല. അതുപോലെ അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സന്തോഷം അതാണ്. ചക്കി UK-ലാണ്, വന്നില്ല. അപ്പോൾ അവിടെ ഇടാതിരിക്കുമോ? അവിടെ ഇടുന്നുണ്ടാവില്ല. അല്ല, ഇപ്പോൾ ഇവിടെ ഇടാൻ പറ്റാതെ പല സ്ഥലങ്ങളിലും ഇടാറുണ്ട്. പക്ഷെ അവിടെ ഇല്ല. അവർ താമസിക്കുന്ന സ്ഥലത്തൊന്നും ഇല്ല. ശരി, എന്നാൽ അടുത്ത വർഷം എല്ലാവരും ഒരുമിച്ച് വരണം. താങ്ക് യു സോ മച്ച്. മാഷേ വേണ്ട. എന്റെ മാഷെ ബെറ്റ് തോറ്റെന്ന് വെച്ച് ഫുഡൊന്നും വേണ്ടെന്ന് വെക്കണ്ട. ഓ, എന്നാലും മാഷിന്റെ ഒരു ജഡ്ജ്മെന്റ്. ഒറ്റ മാസം കൊണ്ട് പൂക്കാരൻ പ്രകാശൻ അഡ്വാൻസ് ലെവലിലെത്തിയില്ലേ? വാട്സാപ്പിലൂടെ പഠിപ്പിച്ച് ബേസിക്കിൽ നിന്നും അഡ്വാൻസ് ലെവലിലേക്ക് പൂക്കാരൻ പ്രകാശനെ പോലെയുള്ളവരെ പുഷ്പം പോലെ വിരിയിക്കുന്നത് ഞങ്ങളാണ്. ഞങ്ങളാരാണ്? പറ. ഇംഗ്ലീഷ് കഫേ. വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.